മറ്റു വാർത്തയിലേക്ക്. സർവകലാശാല പ്രതിസന്ധിയിൽ സമവായ നീക്കം നടക്കുകയാണ്. ആവശ്യമെങ്കിൽ ഗവർണറെ കാണുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കേരള വിസിമാർ സംസാരിച്ചു. വിസിക്ക് കടുംപിടുത്തമുള്ളതായി തോന്നുന്നില്ലെന്നും മന്ത്രിയുടെ പ്രതികരണം. അദ്ദേഹത്തോട് സംസാരിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് വരികയും സർട്ടിഫിക്കറ്റുകൾ ഒപ്പിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ കാര്യങ്ങളിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അദ്ദേഹത്തോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതുവരെ ഒപ്പിടാനുള്ള കടലാസുകളൊക്കെ ഒപ്പുവെച്ചിട്ടുള്ളതായിട്ടാണ് അറിയിച്ചിട്ടുള്ളത്. ആ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, അദ്ദേഹത്തിനും കൂടി തോന്നിയിട്ടാവാം, അത് ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാം. ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അദ്ദേഹത്തോട് കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത് എന്നുള്ള കാര്യം. ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒട്ടേറെ ഇടപെടൽ സാധ്യതകളുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, നിലവിൽ കേരളയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന സൂചനയാണോ മന്ത്രിയുടെ വാക്കുകളിലുള്ളത്? ഇത് തീർച്ചയായും കേരള യൂണിവേഴ്സിറ്റിയിലേതിന് അടക്കമുള്ള മറ്റ് സർവകലാശാലകളിലും ഒക്കെയുള്ള പ്രതിസന്ധി, KTUവിലും അതുപോലെ തന്നെ ഡിജിറ്റൽ സർവകലാശാലയിലും താൽക്കാലിക വൈസ് ചാൻസലർ പോലും ഇല്ലാത്തൊരു സാഹചര്യമൊക്കെ ഉടലെടുക്കുന്നു. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഒരു സമവായ നീക്കത്തിലേക്കാണ് നിലവിൽ സർക്കാർ കടക്കാൻ പോകുന്നത്. ആ സൂചനയാണ് മന്ത്രി ആർ ബിന്ദു നൽകുകയും ചെയ്തത്. എന്തായാലും നേരത്തെ തന്നെ ഒരുപക്ഷെ പി രാജീവും മന്ത്രി ആർ ബിന്ദുവും ചേർന്ന് ഗവർണറെ കാണും എന്ന തരത്തിലുള്ള സൂചനകൾ ഒക്കെ പുറത്തു വന്നിരുന്നു. അത് ഒരു പക്ഷേ ഇപ്പോൾ നിലവിൽ തീരുമാനമെടുത്തിട്ടില്ല. ഗവർണർ എത്തിയാൽ അത്തരം തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കുന്നത്. കേരള സർവകലാശാലയിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് VC മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിൽ എത്തിയത് സർക്കാർ ഇടപെടൽ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ കൂടി കൊണ്ടാണ്. അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒപ്പിടാനായി അദ്ദേഹം ഇന്ന് സർവകലാശാലയിൽ എത്തിയത് എന്ന് മന്ത്രി വ്യക്തമാക്കുകയാണ്. എന്തായാലും മോഹനൻ കുന്നുമ്മൽ കൂടുതൽ കർക്കശമായ നിലപാടിലേക്കോ ഒരു തർക്കത്തിലേക്കോ പോകില്ല എന്നുള്ള സൂചന മന്ത്രി നൽകുന്നുണ്ട്. അത്തരത്തിൽ ഒരു മോഹനൻ കുന്നുമ്മലിനെതിരായ നിലപാട് മയപ്പെടുത്തിക്കൊണ്ടാണ് ആർ ബിന്ദുവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ സർക്കാർ VCമാരോടും ഒപ്പം തന്നെ രാജ്ഭവനുമായും ഒക്കെയുള്ള ഒരു ഇടപെടൽ, നിരന്തര സമ്പർക്കമൊക്കെ വരുന്ന സാഹചര്യത്തിൽ മുഴുവൻ സർവകലാശാലകളിലെയും വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഗവർണറുമായി, രാജ്ഭവനുമായി ഒക്കെ ഒരു നേരിട്ടല്ലാത്ത ആശയവിനിമയം നിലവിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ആ രീതിയിൽ ഒരു സമവായ നീക്കം നടത്തി നോക്കുക. ഒരുപക്ഷെ മുഖ്യമന്ത്രി തന്നെ ചിലപ്പോൾ ഗവർണറെ കണ്ടേക്കുന്ന സൂചനകളൊക്കെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഒരു സമവായ നീക്കം നടത്തുക. ഇനി ആ സമവായത്തിൽ എത്താൻ കഴിയുന്നില്ലെങ്കിൽ നിയമ നടപടികൾ ഉൾപ്പെടെ സ്വീകരിക്കാനുള്ള സാഹചര്യമുണ്ട്. ആ രീതിയിൽ പോവുക എന്നതാണ് നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. അതിൽ മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെ ഇക്കാര്യത്തിലുള്ള ഒരു ആശയവിനിമയം നടത്തുകയും മന്ത്രിസഭാ യോഗം ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ കടുംപിടുത്തത്തിലേക്ക് പോകേണ്ട. SFI ഇന്ന് മോഹനൻ കുന്നുമ്മലിനെതിരെ പ്രതിഷേധമൊന്നും നടത്തിയിരുന്നു. എന്തായാലും കേരള സർവകലാശാലയിലെ പ്രതിസന്ധി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ, സമവായ നീക്കങ്ങളൊക്കെ സജീവമാണ്. ആവശ്യമെങ്കിൽ ഗവർണറെ കാണും എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകിയത്.